ഹലോ ഫ്രണ്ട്സ്, ഞാൻ സയൻസ് ചെയ്യുന്നപ്പോൾ പുതു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എൻ്റെ കുറേ ബോക്സുകൾ കാണാം. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പുതിയൊരു ഫൈബർ കണക്ഷൻ എടുത്തു. ജിയോ ഫൈബറിൻ്റെ കണക്ഷനാണ്. നമ്മളിത് ഓൾറെഡി കേരള വിഷനുണ്ട്. കേരള വിഷൻ്റെ ഫൈബറാണ് നമ്മൾ എടുത്തിരുന്നത്. അപ്പോൾ ഇപ്പോൾ ജിയോ ഫൈബറിൻ്റെ എയർ ഫൈബർ എന്ന് പറഞ്ഞൊരു സംഭവം വാങ്ങിയിട്ട്, അതായത് നമുക്ക് ഇങ്ങനെ കേബിൾ വലിച്ച് വെക്കേണ്ട സംഭവമല്ല, ജസ്റ്റ് ഒരു സംഭവം വയ്ക്കും. അതിൽ നിന്നൊരു കേബിൾ നമുക്ക് മോഡത്തേക്ക് കണക്ട് ചെയ്ത് അങ്ങനെ നെറ്റ് എടുക്കുന്ന സംഭവമാണ്. അപ്പോൾ അതാണ് എയർ ഫൈബർ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ കണക്ഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസാണെന്ന് പറയുന്നത്. റിവ്യൂ അല്ല, റിവ്യൂ നമ്മൾ കുറച്ച് ദിവസം യൂസ് ചെയ്തതിന് ശേഷം പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ ഈ ബോക്സുകളൊക്കെ എന്തിൻ്റെയാണെന്ന് വെച്ചാൽ ഇത് സെറ്റ് ഓഫ് ബോക്സിൻ്റെയാണ്, ജിയോയുടെ സെറ്റ് ഓഫ് ബോക്സാണിത്. പിന്നെ അതേപോലെ തന്നെ ഇത് ഔട്ട്ഡോർ യൂണിറ്റാണ്. ഇങ്ങനെ ഒരു സംഭവം വെച്ചിട്ട് ഇതിൽ നിന്നാണ് വയർ എടുത്തിട്ട് നമ്മുടെ മോഡത്തേക്ക് കണക്ട് ചെയ്യുന്നത്. പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ മോഡം റൂട്ടറാണ്. ജിയോയുടെ ഒരു റൂട്ടർ ഇങ്ങനെ എനിപ്പിച്ച് നിർത്തുന്നത്, അതായത് നേരെ നിൽക്കുന്നൊരു സാധാ മോഡം പോലത്തെ സംഭവമല്ല. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ഞാൻ കാണിച്ചതാണ്. അപ്പോൾ ഇതാണ് ടോട്ടൽ സംഭവം. അപ്പോൾ ഇതിൻ്റെ ഒരു പുതിയ കണക്ഷൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് വീഡിയോയിൽ. അപ്പോൾ ആദ്യം തന്നെ ഒരു പ്രൈസ് പറയാം. നമ്മളിപ്പോൾ ജസ്റ്റ് ബേസിക് പ്ലാനാണ് എടുത്തേക്കുന്നത്. ബേസിക് പ്ലാൻ ഏകദേശം ഒരു 599 പ്ലസ് GST. അപ്പോൾ ഏകദേശം ഒരു 700 അടുത്ത് വരും. ബേസിക് പ്ലാനാണ്. അപ്പോൾ ബേസിക് പ്ലാനിൽ എന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ 30 Mbps നെറ്റ് സ്പീഡാണുള്ളത്. പിന്നെ അതേപോലെ തന്നെ 1000 GB ആണ് ഡാറ്റ ഉള്ളത്. 1000 GB കഴിഞ്ഞാൽ പിന്നെ സ്പീഡ് കുറയും. പിന്നെ അതേപോലെ തന്നെ OTT കുറച്ചുണ്ട്. ഏതൊക്കെയുള്ളതെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാം. ഹോട്ട്സ്റ്റാർ ഉണ്ട്, പിന്നെ സൺ നെക്സ്റ്റ് ഉണ്ട്, സോണി ലിവ് ഉണ്ട്, ഞാൻ കുറച്ചുണ്ട്. ഹോട്ട്സ്റ്റാർ അല്ല മറ്റേ പ്രൈമും നെറ്റ്ഫ്ലിക്സും ഇല്ല, ബേസിക് പ്ലാനിലില്ല. പിന്നെ അതേപോലെ തന്നെ TV ചാനൽസ് ഒരു 800+ TV ചാനൽസ് ഉണ്ട്. പിന്നെ വോയിസ് ഉണ്ട്, അതായത് മൊബൈൽ ലാൻഡ് ഫോൺ സംഭവം ഉണ്ട്. അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല, അത് ഞാൻ സെറ്റ് ചെയ്തിട്ട് റിവ്യൂ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയൊക്കെ സംഭവങ്ങളാണ് നമ്മുടെ ബേസിക് പ്ലാനിലുള്ളത്. അപ്പോൾ ഇതിൽ ഇൻസ്റ്റാളേഷന് പ്രത്യേകിച്ച് പ്രൈസ് ഒന്നുമില്ല. നമ്മുടെ മന്ത്ലി ചാർജാണ് നമ്മൾ കൊടുക്കേണ്ടത്, ഒരു 700. ഇപ്പോൾ 2 മാസത്തെ കൊടുത്തിട്ടാണ് എടുത്തേക്കുന്നത്. ഏകദേശം ഒരു 1400 രൂപയോളം വന്നു. അപ്പോൾ അതാണ്. അപ്പോൾ അവർ വന്ന എല്ലാ സംഭവങ്ങളും ഈ സംഭവങ്ങളൊക്കെ കൊണ്ടുവരും, സെറ്റ് ചെയ്തെല്ലാം റെഡിയാക്കി തരും. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഒരു ഓഫർ ഉള്ളതാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു പ്ലാനാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ ജസ്റ്റ് കാണിച്ചത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ സെറ്റ് ഓഫ് ബോക്സ് എന്ന് പറയുന്നത്. ജിയോയുടെ സെറ്റ് ഓഫ് ബോക്സ് ഫുള്ള് വൈറ്റാണ് സംഭവങ്ങളൊക്കെ മൊത്തം. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ സെറ്റ് ഓഫ് ബോക്സ് വരുന്നത്. ബാക്കിൽ വയർ സംഭവങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ട് HDMI വഴി നമുക്ക് നമ്മുടെ TVയിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ മോഡം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. മോഡം ഇതേപോലെ കുറച്ച് വലിയ സംഭവമാണ്. അപ്പോൾ ഇതേപോലെ നേരെ വെക്കണം എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ജിയോയുടെ മോഡം വരുന്നത്. കെടുത്തി വയ്ക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് നേരെ ഇതേപോലെ വെക്കണം, നമുക്ക് ടേബിളിൽ എവിടെയെങ്കിലും വയ്ക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ റിമോട്ട് വരുന്നത് ഇതാണ്, നമ്മുടെ സ്മാർട്ട് TVയുടെ റിമോട്ട് പോലെ. അപ്പോൾ ഇതിലൊരു അടിപൊളി സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ TV ആണെങ്കിലും നമുക്ക് ജിയോയുടെ സെറ്റ് ഓഫ് ബോക്സ് സംഭവങ്ങളൊക്കെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ TV സ്മാർട്ട് TV ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇതേപോലെ എൻ്റെ വീട്ടിലെ ഒരു നോർമൽ TV ആയിരുന്നു. അപ്പോൾ ഇത് ജസ്റ്റ് ഇത് ഇപ്പോൾ കണക്ട് ചെയ്തുകൊണ്ട് ഫുള്ള് സ്മാർട്ട് TVയുടെ പോലെ അതിൻ്റെ ഫുൾ സെറ്റപ്പാണ്. അപ്പോൾ ഇതിലെല്ലാം ഇതേപോലെ ആപ്പുകളും നമ്മുടെ OTTകളും സംഭവങ്ങളെല്ലാം യൂസ് ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ ജസ്റ്റ് ഏതെങ്കിലും ഇപ്പോൾ എടുത്ത് കാണിച്ചു തരാം. ജിയോ TV എടുത്ത് നമുക്ക് സാധാരണ പോലെ TVയിലത്തെ ചാനലുകൾ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ അപ്പോൾ തന്നെ ജസ്റ്റ് യൂട്യൂബും കൂടി ഒന്ന് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നല്ല സ്മൂത്താണ് ഇൻ്റർഫേസൊക്കെ. അപ്പോൾ ഞാൻ ജസ്റ്റ് യൂട്യൂബും കൂടി എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ യൂട്യൂബ് എടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ കറക്റ്റായിട്ട് നല്ല സ്മൂത്തായിട്ട് വരും. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഔട്ട്ഡോർ യൂണിറ്റ് വെച്ചിട്ട് അതിൽ നിന്നാണ് നമുക്ക് കണക്ഷൻ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ വീട്ടിൻ്റെ മുകളിലോ എവിടെയെങ്കിലൊക്കെ വെക്കും. അതിനുശേഷം അതിൽ നിന്ന് ജസ്റ്റ് വയറെടുത്തതിന് ശേഷം നമുക്ക് എവിടെയാണ് മോഡം വയ്ക്കുന്നത് അവിടേക്ക് കണക്ഷൻ എടുക്കും. അപ്പോൾ അതാണ് നമ്മുടെ എയർ ഫൈബർ എന്ന് പറയുന്ന സംഭവം. ഇതിലേക്ക് വേറെ കണക്ഷനൊന്നും ഇല്ല പുറത്തുനിന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവമാണ്. എന്തായാലും അത്ര തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിന് ഫുൾ ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മൾ കുറച്ച് ദിവസം യൂസ് ചെയ്തതിന് ശേഷം പറയാം. പിന്നെ വേറെ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ഇട്ടാൽ മതി. അപ്പോൾ അടിപൊളിയാണ്. അടുത്ത വീഡിയോ കാണാം. ബൈ.